ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്നലെ ഞാൻ ഷീറ്റിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ കിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ പേഴ്സണലായിട്ടും കമൻറ്റ് ബോക്സിലാണെങ്കിലും വെറും ഇതായിരുന്നു ഇന്നലത്തെ മെസ്സേജ്. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്യാതിരുന്നത് നമുക്ക് ഒരുപാട് പേര് 99ൻ്റെ കിറ്റ് അയക്കാനുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് വിട്ടു തരണം. അഡ്രസ്സ് ഇല്ലാണ്ട് എനിക്ക് ഒരാളുടെ സാധനം ഒരു സ്ഥലത്തേക്കും അയക്കാൻ പറ്റില്ല. എനിക്ക് ഒന്ന് രണ്ട് അബദ്ധം പറ്റിയതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്. കാരണം ഒന്ന് രണ്ട് പേര് സാധനത്തിന് ഓർഡർ ചെയ്ത് പിന്നീട് അവരെന്ത് ചെയ്ത് അഡ്രസ്സ് തരാൻ മറന്നു. ഞാനേട്ടൻ ചോദിക്കാനും മറന്നു. ഞാൻ ചോദിക്കാൻ മറന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുള്ള കാരണം ചിലവരോടൊക്കെ ഞാൻ അഡ്രസ്സ് അപ്പം തന്നെ ചോദിക്കാറുണ്ട്. ചിലവരോട് ഞാൻ വിട്ടുപോകും. പക്ഷെ കസ്റ്റമർ അങ്ങനെയല്ല. നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ എനിക്ക് അഡ്രസ്സ് ഇട്ട് തരണം. ഇന്നിപ്പോൾ 2-3 ദിവസമായി ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് അടച്ചിട്ട് സോപ്പ് ബേസിനാണ് പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഹെയർ അക്സസറീസിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നാണ് അയാളുടെ അയക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അഡ്രസ്സ് എഴുതുന്ന നേരത്തെ ആളുടെ ഇതില്ല, അഡ്രസ്സ് വിട്ടന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ആളോട് അഡ്രസ്സ് ചോദിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം ഇനി ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. അഡ്രസ്സ് പേയ്മെൻറ്റ് അടച്ച അതോടൊപ്പം തന്നെ നമുക്ക് അഡ്രസ്സ് അയക്കാം. ഞാൻ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അയക്കാതിരിക്കരുത്. നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് എന്തായാലും വേണം. അതില്ലാണ്ട് ആ നാട്ടിലേക്ക് എത്തില്ല. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ചോദിച്ചില്ല എന്നുള്ള പരാതി വരരുത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയുടെ ആദ്യം തന്നെ അത് പറയണത്. പിന്നെ നമ്മൾ അയക്കണത് ഇതൊക്കെ ഞാൻ ഫസ്റ്റിൽ പറയണത്, വീഡിയോ ലാസ്റ്റിൽ പറയുമ്പോൾ നിങ്ങളിതൊന്നും കേൾക്കില്ല. നമ്മൾ അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത്. നമ്മൾ പോസ്റ്റല്ല വീട്ടിലെത്തിച്ച് തരില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർ വീട്ടിൽ സാധനം എത്തിച്ച് തരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. അപ്പോൾ ഒരുപാട് പേര് സാധനമൊക്കെ വാങ്ങിയിട്ട് പിന്നെ അവർ പറയുന്നുണ്ട് വീട്ടിലെത്തിച്ച് തരുന്നില്ല, ഷിപ്പിംഗ് തന്നിട്ടല്ലേ, അങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഷിപ്പിംഗ് തന്ന് ഞാൻ അവിടെ മേടിച്ച് വെക്കുകയല്ല, നമ്മളത് കൊടുത്തിട്ടാണ് ഇവിടുന്ന് അയപ്പിക്കുന്നത്. അത് സ്പീഡ് സേഫ് കൊറിയർ ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും DTDC ആണെങ്കിലും പൈസ ഇവിടുന്ന് കൊടുത്താലാണ് അവർ സാധനം ഇവിടുന്ന് അയക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആദ്യമേ പറയണത് വീഡിയോസിൽ കണ്ടില്ല, വീഡിയോസിൽ കേട്ടില്ല എന്നുള്ള പരാതി പറയണോണ്ടാണ് പറയണത്. അപ്പോൾ നമ്മൾ അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയാണ്. ചുരുങ്ങിയ ചാർജാണ് അവിടെ വരുന്നുള്ളൂ. 40 രൂപ 50 രൂപ റേറ്റാണ് അവിടെ വരുന്നത്. 1 kg അപ്പുറം പോയാലാണ് എക്സ്ട്രാ ഷിപ്പിംഗ് വാങ്ങിക്കുക. DTDC ആണെങ്കിൽ 70 രൂപ മേടിക്കുന്നുണ്ട്. പോസ്റ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ശരിയാവാത്ത കാരണമാണ്. അവരെല്ലാവരും പറയുന്നുണ്ട് വീട്ടിലെത്തിച്ചേരുകയാണെങ്കിൽ ഞങ്ങൾക്കും വാങ്ങിക്കാമെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയാവാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഇന്നലെ ഞാൻ ഷീറ്റിൻ്റെ ഒരു വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കിറ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിൽ വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഈ ഒരു കിറ്റും ഇട്ടിട്ടുള്ളത്. കുറഞ്ഞ ഷീറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സാധനം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, വീഡിയോ കണ്ട ഉടനെ തന്നെ വേണമെന്നുള്ളവർ പെട്ടെന്ന് പേയ്മെൻറ്റ് അടക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 4 മോഡൽ ഷീറ്റ്, 5 മോഡൽ ഷീറ്റാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് 2 ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ബാക്കി വരുന്ന ബാലൻസ് വെച്ചിട്ട് നമുക്ക് ആലിഗേറ്റർ ക്ലിപ്പും ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഷീറ്റ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഷീറ്റും. നമുക്ക് 2 ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. നമുക്ക് കാരണം ഇത്ര വീതിയുള്ളൂ നമ്മുടെ ഹെയർ ബാൻഡ്. അപ്പോൾ ഇത് വീതി കൂടുതലാണ്. അതിൽ കൂടെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഹെയർ ബാൻഡിനുള്ളത് അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തതും അതെ, നമുക്ക് 2 ഹെയർ ബാൻഡിനുള്ളതുണ്ട്, ആലിഗേറ്റർ ക്ലിപ്പിനുള്ളതും ഉണ്ട്. ഇതും അതെ, 2 ആലിഗേറ്റർ ക്ലിപ്പ്, അതുപോലെ തന്നെ 2 ഹെയർ ബാൻഡ്. അങ്ങനെ 5 ഷീറ്റാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഗോൾഡൻ്റെ 2 ബോ, അതുപോലെ തന്നെ സിൽവറിൻ്റെ 2 ബോ, പിന്നെ എൻഡ് ടാപ്പ് വേണമെന്നുള്ളവർക്ക് എൻഡ് ടാപ്പ് ഉണ്ട്. പിന്നെ 2 ആലിഗേറ്റർ ക്ലിപ്പ് 4 എണ്ണം, 2 ഗോൾഡും ഉണ്ട് 2 സിൽവറും ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ ഷിപ്പിംഗ് അടക്കം ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ മറ്റേ കിറ്റിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഷിപ്പിംഗ് തരേണ്ടി വരും. ഇത് എക്സ്ട്രാ നിങ്ങൾ വാങ്ങുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയണത്. അപ്പോൾ ഓർഡർ എടുക്കുമ്പോൾ എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് വേണം എല്ലാവരും ഓർഡർ എടുക്കാൻ. നിങ്ങൾക്ക് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും വീട്ടിൽ എത്തിച്ചു തരും, അല്ലെങ്കിൽ പരിചയമുള്ള ഷോപ്പ് പറഞ്ഞു കൊടുത്താലും മതി. അപ്പോൾ ഇതാണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.